നാട്ടിൽ നല്ല പഴുത്ത ചക്കയുടെ സീസണാട്ടോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അമ്മയോട് ചക്കയുടെ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അപ്പോളേ നമ്മളിന്ന് എടുത്തേക്കുന്നത് എലൈറ്റിൻ്റെ അരിപ്പൊടിയാട്ടോ. ഏകദേശം 2 കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ അതിന് വേണ്ടുന്ന ഉപ്പും ആഡ് ചെയ്ത് തിളപ്പിച്ച വെള്ളം കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മുടെ ഇടിയപ്പം അല്ലെങ്കിൽ കോഴിക്കട്ടയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പാകത്തിലാട്ടോ. അപ്പോൾ നല്ല രീതിക്ക് അത് കുഴച്ച് മിക്സ് ചെയ്ത് പാകത്തിനാക്കി എടുക്കുക. ഇനി നമുക്ക് എന്താ വേണ്ടതെന്നറിയാമോ? ചക്കയാണേ. നമ്മൾ ഓൾറെഡി ചക്ക തലേന്ന് തന്നെ വഴറ്റി വെച്ചിട്ടുണ്ട്. ശർക്കരയും ചക്കയെല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് അതാക്കി ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാർ എടുക്കുക, കുറച്ചും കൂടെ ശർക്കര ആഡ് ചെയ്യുക, എന്നിട്ട് ഇത്തിരി ജീരകവും 2-3 ഏലക്കയും കൂടി ഇടുക, എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി ഇത് ക്രഷ് ചെയ്ത് വരുമ്പോഴത്തേന് നമ്മൾ നേരത്തെ തേങ്ങ കുറച്ച് ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. ആ തേങ്ങയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് വേണ്ടുന്ന തേങ്ങയും കൂടെ ആഡ് ചെയ്ത് ഇത് മിക്സ് ചെയ്ത് വെക്കുക ഒരു സൈഡിലോട്ട്. ഓക്കെ, നമ്മൾ ചിലയിടത്ത് ഭക്ഷണയില ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ചിലയിടത്ത് പ്ലാവില യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ ഭക്ഷണയിലക്കകത്താട്ടോ ഒന്ന് ചെയ്യുന്നത്. ഇനി നമുക്ക് തേങ്ങ ആഡ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ചക്ക, അതായത് വഴറ്റി വെച്ചേക്കുന്ന ചക്കയും ശർക്കരയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണമെന്നറിയാവോ? ഒരു അപ്പച്ചെമ്പ് എടുക്കുക. നല്ലോണം വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഭക്ഷണയില എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുഴച്ച് വെച്ചേക്കുന്ന അരിപ്പൊടിയുടെ മിക്സ് എടുത്ത് ആ ഇലയിലോട്ട് നല്ല രീതിക്ക് പരത്തി കൊടുക്കുക. എന്നിട്ട് ഈ പരത്തി വെച്ചേക്കുന്ന ഇതിലോട്ട് നമ്മൾ മുന്നേ എടുത്ത് വെച്ചേക്കുന്ന വഴറ്റി വെച്ചേക്കുന്ന ചക്കയും തേങ്ങയും എല്ലാം കൂടെ മിക്സ് ചെയ്ത സാധനം ഇതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല തിളച്ച് ആവി വരുന്ന സമയത്തോട്ട് ഈ അപ്പം മടക്കി വെച്ചിട്ട് എന്ത് ചെയ്യണം? ആവിക്കകത്ത് പുഴുങ്ങി വേവിച്ചെടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഒന്നേ എടുത്ത് വെച്ചു. ബാക്കി അതുപോലെല്ലാം ചെയ്ത് നമ്മൾ ഏകദേശം സെറ്റാക്കിയിട്ട് എടുത്ത് അടച്ച് വെക്കാൻ പോവുകയാണേ. ഇനി എനിക്ക് തോന്നുന്നു ഒരു 15 to 20 മിനിറ്റ് എന്തോ നമ്മൾ അത് വേവിക്കണം. ഓക്കെ, വേവിച്ച് കഴിയുമ്പം ഈ ഒരു പരുവമാവും. ചൂടോടെ ഇളക്കിയാൽ ഇതുപോലെ വരത്തില്ല. കുറച്ച് ആറിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വരും. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ട്രൈ ചെയ്യണേ.